ومن لم يستطع منكم طولا أن ينكح المحصنات المؤمنات فمما ملكت أيمانكم من فتياتكم المؤمنات والله أعلم بإيمانكم بعضكم من بعض فانكحوهن بإذن أهلهن وآتوهن أجورهن بالمعروف محصنات غير مسافحات ولا متخذات أخدان ومن لم يستطع ആർക്കെങ്കിലും സാധിച്ചില്ല എങ്കിൽ മിൻകും നിങ്ങളിൽ നിന്നും സാധിച്ചില്ല എങ്കിൽ ഖൗലൻ സാമ്പത്തികമായി സാധിച്ചില്ല എങ്കിൽ അയ്യൻകിഹൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്ത് സത്യവിശ്വാസിനികളായ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ കഴിവില്ലാതായാൽ ഫമിമ്മാ മലകത് ഐമാനുക്കും അപ്പോൾ നിങ്ങളുടെ വലം കൈകൾ ഉടമകളാക്കിയവരിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുക മിൻ ഫതയാതികുമുൽ മുഅ്മിനാത്ത് സത്യവിശ്വാസിനികളായ നിങ്ങളുടെ അടിമ സ്ത്രീകളിൽ നിന്നും വലങ്കൈ ഉടമയാക്കിയവരെ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. വല്ലാഹു അഅലമു ബിഈമാനികും നിങ്ങളുടെ സത്യവിശ്വാസത്തെക്കുറിച്ച് അല്ലാഹു നന്നായി അറിയുന്നവനാണ്. ബഅദുകും മിൻ ബഅദ് നിങ്ങൾ പരസ്പരം ഒന്നു തന്നെയാണ്. ഫൻകിഹൂഹുന്ന ബിഇദ്നി അഹ്ലിഹിൻ ആകയാൽ അവരുടെ കുടുംബത്തിന്റെ അനുമതിയോടെ നിങ്ങൾ അവരെ വിവാഹം കഴിക്കുക. വആതൂഹുന്ന ഉജൂറഹുൻ അവരുടെ വിവാഹ മൂല്യം നിങ്ങൾ നൽകുക. ബിൽ മഅറൂഫ് ന്യായമായ നിലയിൽ നൽകുക. മുഹ്സനാത്തിൻ അവർ വിവാഹിതരായ നിലയിലായിരിക്കണം. വലാ മുസാഫിഹാത്ത് പരസ്യമായി വ്യഭിചരിക്കുന്ന നിലയിലായിരിക്കരുത്. വലാ മുത്തഖിദാതി അഖ്ദാൻ രഹസ്യ കൂട്ടുകാരെ സ്വീകരിച്ചവരായ നിലയിലുമായിരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തിൽ ഏതാനും സ്ത്രീകളെ മാറ്റി നിർത്തി ബാക്കിയുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചുകൊള്ളാൻ പറഞ്ഞു. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി നിങ്ങളിൽ ശാരീരിക ശേഷിയും അതുപോലെ സാമ്പത്തിക ശേഷിയുമുള്ളവർ വിവാഹം കഴിച്ചുകൊള്ളട്ടെ. ഇനി ഒരു വ്യക്തിക്ക് സാമ്പത്തികമായ ശേഷിയില്ല, ശാരീരികമായ ശേഷിയുണ്ട്, ഇവരെന്ത് ചെയ്യണം? അവരെ പറ്റിയാണ് ഈ ആയത്തിൽ പറയുന്നത്. وَمَنْ لَمْ يَسْتَطِعْ مِنْكُمْ طَوْلًا أَنْ يَنْكِحَ الْمُحْصَنَاتِ الْمُؤْمِنَاتِ സത്യവിശ്വാസിനികളായ
സ്വതന്ത്ര സ്ത്രീകളെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്കാർക്കെങ്കിലും സാമ്പത്തികമായി ശേഷിയില്ലെങ്കിൽ, സത്യവിശ്വാസിനികളായ സ്വതന്ത്ര സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ കഴിവില്ല, സാമ്പത്തികമായി ശേഷിയില്ല, പക്ഷേ ശാരീരികമായി ശേഷിയുമുണ്ട്, നിങ്ങൾ വിവാഹത്തെ ആഗ്രഹിക്കുന്നു, അപ്പോൾ എന്ത് ചെയ്യണം? فَمِمَّا مَلَكَتْ أَيْمَانُكُمْ مِنْ فَتَيَاتِكُمُ الْمُؤْمِنَاتِ സത്യവിശ്വാസിനികളായ നിങ്ങളുടെ അടിമ സ്ത്രീകളിൽ നിന്നും നിങ്ങളുടെ വലങ്കൈ ഉടമയാക്കിയ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിച്ചുകൊള്ളുക. രണ്ട് നിലയിലാണ്. ഒന്നുകിൽ അവരെ വിവാഹം കഴിക്കാൻ വളരെ നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾ അവരെ അടിമ സ്ത്രീകളായിട്ട് ഉപയോഗിക്കാം. വിവാഹം കഴിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, വേറൊരാളുടെ അടിമ സ്ത്രീയെ നാം വിവാഹം കഴിക്കുന്നു. അതിനെപ്പറ്റി അടുത്ത വചനത്തിൽ പറയും. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു സ്ത്രീയെ വാങ്ങി അവരെ വിവാഹമോചനം നടത്താതെ നിങ്ങൾ അവരുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുന്നു. അനുവാദമുണ്ട്. പക്ഷേ മനസ്സിലാക്കണം, അതിലൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അടിമസ്ത്രീ എന്നല്ല പറയുന്നത്, ഉമ്മു വലതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ മരണാനന്തരം ആ സ്ത്രീ സ്വതന്ത്രയായി മാറുന്നതാണ്. പിന്നെ അടിമത്ത സമ്പ്രദായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ സൂറത്തിന്റെ ആരംഭത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിലെ നഗ്ന യാഥാർത്ഥ്യമായിരുന്നു. ഇസ്ലാം ആ യാഥാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് നീങ്ങിയിട്ടുള്ളത്. എന്നാൽ ഇടക്കാലഘട്ടത്തിൽ അത് റദ്ദ് ചെയ്യപ്പെട്ടു. മുസ്ലിം പണ്ഡിതന്മാരും അത് പരിപൂർണമായി സ്വീകരിക്കുന്നു. ഇന്ന് ആരെയും അടിമയാക്കാൻ നമുക്ക് അനുവാദമില്ല. فَمِمَّا مَلَكَتْ أَيْمَانُكُمْ مِنْ فَتَيَاتِكُمُ الْمُؤْمِنَاتِ പക്ഷേ അടിമസ്ത്രീകളെ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശ്രദ്ധേയമാണ്. വലങ്കൈ ഉടമയാക്കിയവർ. അവരെ അടിമസ്ത്രീ എന്നോ ഒന്നുമല്ല ഇസ്ലാം പറയുന്നത്, വലങ്കൈ ഉടമയാക്കിയവർ. ആദരവിന്റെ ശബ്ദം. അതുകൊണ്ട് നിങ്ങൾ സത്യവിശ്വാസിനികളായ അടിമസ്ത്രീകളെ വിവാഹം കഴിച്ചുകൊള്ളിൻ. ഇവിടെ ഈ സത്യവിശ്വാസിനികൾ എന്ന വാക്ക് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നു. വല്ലാഹു അഅലമു ബിഈമാനികും അവരുടെ ഈമാനിനെ പറ്റി അല്ലാഹുവിന് നന്നായിട്ടറിയാം. ഇത് അനാവശ്യമായ വസ്വാസുകളെ തുടച്ചു മാറ്റാൻ വേണ്ടി പറഞ്ഞ വാക്കാണ്. സത്യവിശ്വാസിനികളായ സ്ത്രീകൾ അവർ തഹജ്ജുദ് നമസ്കരിക്കുന്നുണ്ടോ, ഫർദുകൾ ചെയ്യുന്നുണ്ടോ, സുന്നത്തുകൾ പാലിക്കുന്നുണ്ടോ, അതുപോലെ അവർ മുഴുവൻ പാപങ്ങളിൽ നിന്നും അകന്നു കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ഓവറായി ഗവേഷണ പഠനങ്ങൾ നടത്തേണ്ടതില്ല. എന്നാൽ അത്യാവശ്യത്തിന് അന്വേഷിക്കുകയും വേണം. പ്രത്യേകിച്ചും സത്യവിശ്വാസത്തിന്റെ കാര്യം നിങ്ങൾ കൂടുതൽ ചികഞ്ഞന്വേഷിക്കേണ്ടതില്ല. നിങ്ങൾ ഒരു സത്യവിശ്വാസിയാണെങ്കിൽ അവർ നിങ്ങളുടെ കീഴിൽ വരുന്നതിനോടുകൂടി അവരും സത്യവിശ്വാസിനിയായിട്ട് മാറും. വല്ലാഹു അഅലമു ബിഈമാനികും ബഅദുകും മിൻ ബഅദ്. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം അള്ളാഹു ഇവിടെ പറയുന്നു. അവർ അടിമസ്ത്രീകളായി, അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ അവരെ വിവാഹം കഴിക്കാം എന്ന നിലയിൽ പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഇതിന്റെ പേരിൽ അടിമസ്ത്രീകൾ തരം താഴ്ന്നവരാണെന്നോ നിന്ദ്യരാണെന്നോ ആർക്കും കൊള്ളാത്തവരാണെന്നോ നിങ്ങൾ വിചാരിക്കരുത്. മനസ്സിലാക്കണം, ബഅദുകും മിൻ ബഅദ്, നിങ്ങൾ പരസ്പരം ഒരുപോലുള്ള ആൾക്കാരാണ്. മനുഷ്യൻ എന്ന നിലയിൽ സ്വതന്ത്രനും അടിമയും ഒരുപോലെ തന്നെയാണ്. ഇസ്ലാമിക നിയമങ്ങളിലും സ്വതന്ത്രനും അടിമയും ഒരുപോലെ തന്നെയാണ്. ഈ വചനം വലിയൊരു വചനമാണ്, ശ്രദ്ധേയമായ വചനമാണ്. ഇതിന്റെ വെളിച്ചത്തിൽ ഇസ്ലാമിക ചരിത്രത്തിൽ നിരവധി അടിമകൾ
ധാരാളം ഉടമകളെക്കാളും ഉന്നതരായി. നിരവധി അടിമകൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ആരംഭിച്ചു ഒരു പരമ്പര. അവർ അടിമത്ത വംശത്തിൽ പെട്ടവരായിരുന്നു. പക്ഷെ അവർ അടിമത്ത മോചനം ചെയ്യപ്പെട്ടു, ഉന്നതങ്ങളിലേക്ക് ഉയർന്നു. ബഅദുകും മിൻ ബഅദ്. അടിമ സ്ത്രീകൾ അല്ലെങ്കിൽ അടിമ പുരുഷന്മാർ ഉടമകളിൽ നിന്നും ഉണ്ടായവരാണ്. ചികഞ്ഞു നോക്കിൻ ഒരറ്റത്ത് ഉടമകളായ മാതാപിതാക്കളെ കാണാൻ സാധിക്കും. ബഅദുകും മിൻ ബഅദ് ഫൻകിഹൂഹുന്ന ബിഇദ്നി അഹ്ലിഹിൻ. ഇനി ഒരു അടിമ സ്ത്രീ മറ്റൊരാളുടെ അടിമ സ്ത്രീയാണ്, അവരെ നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് 4 നിബന്ധനകളുണ്ട്. ഇതിൽ 3 നിബന്ധനകൾ 2 വിവാഹത്തിൽ നിങ്ങളുടെ അടിമ സ്ത്രീ വിവാഹം കഴിക്കാനും മറ്റുള്ളവരുടെ അടിമ സ്ത്രീ വിവാഹം കഴിക്കാനും ബാധകമാണ്. ഒരു നിബന്ധന അത് അവരുമായി പ്രത്യേകം ബന്ധപ്പെട്ടതാണ്. ഫൻകിഹൂഹുന്ന ബിഇദ്നി അഹ്ലിഹിൻ. നിങ്ങൾ മറ്റൊരാളുടെ അടിമ സ്ത്രീ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ ഉടമയുടെ അനുവാദം നിങ്ങൾ വാങ്ങിയിരിക്കണം. വ്യക്തമായ അനുവാദം വാങ്ങിയിരിക്കണം. വആതൂഹുന്ന ഉജൂറഹുന്ന ബിൽ മഅറൂഫ്. മാന്യമായ നിലയിൽ നിങ്ങൾ അവർക്കും വിവാഹമൂല്യം നൽകിയിരിക്കണം. ആ വലിയ പണക്കാർക്ക് കൊടുക്കുന്ന അത്രയൊന്നും കൊടുക്കണ്ട. പക്ഷേ നിങ്ങളുടെ സഹധർമ്മിണിയാണ്, നിങ്ങൾ അവരുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ മാന്യമായ വിവാഹമൂല്യം അവർക്ക് കൊടുക്കേണ്ടതാണ്. മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹാത്തിൻ വലാ മുത്തഖിദാതി അഖ്ദാൻ. അവർ ജീവിത വിശുദ്ധി ഉള്ളവരായിരിക്കണം. അവർ ജീവിത വിശുദ്ധി ഉള്ളവരായിരിക്കണം. അവരെപ്പറ്റി ഇന്ന് വരെയും നല്ല വാർത്തകൾ അറിഞ്ഞിരിക്കണം. അതുപോലെ നിങ്ങളുമായും വിശുദ്ധ ബന്ധത്തിലൂടെ ബന്ധപ്പെടുന്നവരായിരിക്കണം. മോശമായ ബന്ധങ്ങൾ, ആധുനിക യുഗത്തിൽ പ്രേമമെന്നുമെല്ലാം പറഞ്ഞുകൊണ്ട് പൊതിഞ്ഞ് വലിയ കാര്യമായിട്ട് പ്രകടിപ്പിക്കുന്ന ശൈലിയൊന്നും പാടില്ല. മറിച്ച് വ്യക്തമായി ജീവിത വിശുദ്ധിയോടെ വിവാഹം കഴിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം. ഗൈറ മുസാഫിഹാത്തിൻ വലാ മുത്തഖിദാതി അഖ്ദാൻ. അവർ പരസ്യമായോ രഹസ്യമായോ വ്യഭിചരിക്കുന്നവരാകരുത്. പരസ്യമായ വ്യഭിചാരം പാടില്ല. അതുപോലെ രഹസ്യമായി കൂട്ടുകാരെ ഉണ്ടാക്കി ആ നിലയിലുള്ള ബന്ധങ്ങളും പാടില്ല. ഇതാണ് സ്വതന്ത്ര സ്ത്രീയെ വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുള്ളപ്പോൾ ചെയ്യേണ്ട നടപടിക്രമം. ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ ബാധകമല്ലെങ്കിലും ഇസ്ലാമിന്റെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ മനസ്സിലാക്കാൻ പര്യാപ്തമായ കാര്യങ്ങളാണ്. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.